Hi friends, welcome back to another video. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മിനി പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. ഓവൻ ഇല്ലാതെയാണ് ഞാൻ ഇന്ന് പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/3 കപ്പ് ഇളം ചൂട് പാല് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. പാലെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇളം ചൂട് പാല് തന്നെ എടുക്കുക. ചൂട് കൂടി പോയാൽ ഈസ്റ്റ് ഫെർമെൻ്റ് ആയി വരില്ല. ഇനി അതിലേക്ക് 1 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയില് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടത് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കുക. പാൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. ഇപ്പം ഞാൻ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് മൂടി വെച്ച് 1 മണിക്കൂർ മാറ്റി വെക്കുക. ഇനി ആ സമയം കൊണ്ട് നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനാദ്യം തന്നെ 3 പഴുത്ത തക്കാളി എടുത്ത് ഇതുപോലെ ഒന്ന് ക്രോസായി കട്ട് ചെയ്തെടുക്കുക. പീല് റിമൂവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യണേ. ഇനി അതെല്ലാം ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് മൂടി വെച്ചാട്ടോ ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ അത് 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പീലൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. തക്കാളി മാത്രം എടുത്ത് അരച്ചാൽ മതി കേട്ടോ, വെള്ളം ആവശ്യമില്ല. അപ്പം ഞാനിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ, ഓയിലാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് വഴറ്റുക. ഇനി അതിലേക്ക് സവാള ചെറുതാക്കി അരിഞ്ഞത് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 2 ടീസ്പൂൺ ഷുഗർ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, ഉണ്ടെങ്കിൽ ഒഴിച്ചെടുത്താൽ മതി, നിർബന്ധമല്ല.
അപ്പോൾ ഇതാ പിസ്സ സോസ് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതുപോലെയുള്ള ഒരു പാത്രം എടുത്ത് സർക്കിൾ രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇനി ഓരോന്നായി അതിലേക്ക് വെച്ച് ഒരു ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കുക. ഇനി നമുക്ക് പിസ്സ സോസ് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഈ ചീസ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ചെറുതാക്കി അരിഞ്ഞ ക്യാപ്സിക്കം, തക്കാളി, സവാള എന്നിവ ഇട്ട് കുറച്ച് ചീസും കൂടി മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒലീവ്സ് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഗ്രീനാണ് എടുത്തത്. ബ്ലാക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ഇനി ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ചൂടാക്കി എടുക്കുക. ഇനി 10 മിനിറ്റിന് ശേഷം ട്രേ അതിലേക്ക് വെച്ച് മൂടി ചെറിയ തീയിൽ ഒരു 20 to 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ പിസ്സ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തു മാറ്റാം. അപ്പോൾ സിമ്പിൾ ഈസി ആയിട്ടുള്ള ഈ വെജിറ്റബിൾ മിനി പിസ്സ നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും.